കിലോയിലധികം ഭാരമുള്ള മാരക ട്യൂമർ, നടക്കാൻ പോലും കഴിയാതെ വേദനയിൽ അലഞ്ഞു നടന്ന തെരുവുനായ ഒടുവിൽ ഒരു കൂട്ടം കാരുണ്യ മനസ്സുകളുടെ ഇടപെടലിൽ ജീവിതത്തിലേക്ക് തിരികെയെത്തി. കരുളായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാസങ്ങളായി ഒരു മാരക ട്യൂമറുമായി വേദന സഹിച്ച് അലഞ്ഞു നടന്നിരുന്ന ഒരു തെരുവുനായയുടെ ജീവിതമാണ് ഇന്ന് പ്രതീക്ഷയുടെ കഥയായി മാറിയത്. ഒരു മാരകമായ ട്യൂമർ രോഗവുമായി ഒരു പട്ടി ഈ പ്രദേശത്ത് കൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. അതിൻ്റെ ജീവിതം കണ്ട് മനസ്സലിച്ച് കുറേ ആളുകൾ സർക്കാർ സംവിധാനമൊക്കെ ആലോചിച്ചെങ്കിലും നമ്മുടെ സംവിധാനത്തിൽ ഇപ്പോൾ ഇത് തരത്തിലുള്ളൊരു ചികിത്സക്ക് സംവിധാനം ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവിടെ സ്വകാര്യമായി ഹാപ്പി പോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു ക്ലിനിക്ക് ഉണ്ട്. ആ ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഒരു കാര്യമായ ഒരു സഹായം എന്നുള്ള നിലക്ക് ജിജോ എന്ന് പറയുന്ന ഒരു മൃഗസ്നേഹിയെ ലഭ്യമാവുകയും അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയും അങ്ങനെ ഈ പ്രദേശത്തുള്ള ചില കാരുണ്യമുള്ള ചില ആളുകളുടെ സഹായത്തോടു കൂടി യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഈ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഏതാണ്ട് 1 കിലോയിലധികം വരുന്ന ട്യൂമർ നീക്കം ചെയ്ത് നടക്കാൻ പോലും കഴിയാതെ ശരീരത്തിൽ 1 കിലോയിലധികം ഭാരമുള്ള ട്യൂമറുമായി ജീവൻ നിലനിർത്തുവാൻ പാടുപെട്ടിരുന്ന ഈ നായയുടെ ദുരവസ്ഥ കണ്ട നാട്ടുകാർ പലതവണ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് നിലമ്പൂരിലെ മൃഗസ്നേഹിയായ ജിജോയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഹാപ്പി പോസ് വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി ട്യൂമർ പൂർണ്ണമായി നീക്കം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരാഴ്ചക്കാലം വെള്ളക്കാളിയിലെ സജീവും കുടുംബവും നായയെ സ്വന്തം വീട്ടിൽ പരിപാലിച്ചു. ആവശ്യമായ മരുന്നുകളും പരിചരണവും നൽകി. ആരോഗ്യനില മെച്ചപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് വീണ്ടും അതിനെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് തിരികെ വിട്ടത്. പഞ്ചായത്തിന്റെ പരിസര ഭാഗത്ത് ഒരു മാരകമായ ട്യൂമറും കൊണ്ടൊരു പട്ടി കുറെ നാളുകളായി ഇവിടെ ഇങ്ങനെ അലയാൻ തുടങ്ങിയിട്ട് അതിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ നാട്ടിലെ ചില ആളുകൾ നമ്മളെ നിരന്തരം നമ്മളോട് ഇതിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നമ്മളും ഇതിന്റെ പിറകെ കുറെ പോയതാണ്. അപ്പോഴാണ് നിലമ്പൂരിൽ നിന്നും ഒരു മൃഗസ്നേഹിയായൊരു ജിജോ പറഞ്ഞ വ്യക്തി വരികയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് ഇതിൻ്റെ ഒരാഴ്ചയായിട്ട് കിണറ്റിങ്ങിൽ വെള്ളപ്പാലി എന്ന് പറയുന്ന അവിടെ ഹൗസിന് സംയുക്തമായിട്ട് അവിടെയായിരുന്നു. ഇന്നിതിനെ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുറം, വൈസ് പ്രസിഡന്റ് ഉസ്മാൻ എരഞ്ഞിക്കുളവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിദ്ദിഖ് ടി പി, സിബി വർഗീസ്, മെമ്പർ രഹന, പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് എജെ, അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ, ചിറ്റങ്ങാടൻ അബു എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ അജിത്, ചീഫ് സർജൻ ഡോക്ടർ ജിനു ജോൺ, മൃഗസ്നേഹി ജിജോ, സജീവും കുടുംബവും സഹായഹസ്തം നീട്ടിയ നാട്ടുകാരും ചേർന്ന് കൂട്ടായ പരിശ്രമമാണ് ഈ ജീവനെ രക്ഷിച്ചത്. സമൂഹത്തിന്റെ കരുണയും സഹകരണവും ഒരുമിച്ചാൽ ഒരു ജീവന്റെ ജീവിതം പോലും മാറ്റിമറിക്കാനാകുമെന്നതിന് ഈ രക്ഷാപ്രവർത്തനം മികച്ച മാതൃകയായി മാറുകയാണ്. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.